ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തുക എന്നത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന കാര്യമാണെന്ന് ലോക കേരള സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറ്റന്നാൾ പാർലമെന്റിൽ അവതരിപ്പിക്കും. SIR കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് വില 1,24,080 രൂപയായി. ഇന്ത്യ ന്യൂസിലാൻഡ് T20 പരമ്പരയിലെ 5ാം മത്സരം നാളെ തിരുവനന്തപുരത്ത്. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത ക്രമീകരണം. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തുക എന്നത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ 5ാമത് ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി മലയാളിയെ ലോക നിലവാരമുള്ള പ്രൊഫഷണലുകളാക്കി മാറ്റിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള സമൂഹത്തെയും സംസ്കാരത്തെയും സൃഷ്ടിക്കുന്നതിൽ കേരളത്തിന് പുറത്തുള്ളവർക്കും വലിയ പങ്കുണ്ടെന്നും പ്രതിനിധി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ലോക കേരള സഭ അംഗത്വം ഒരു പ്രധാന സ്ഥാനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കേരള സമൂഹത്തെയും കേരളത്തിന്റെ സംസ്കാരത്തെയും സൃഷ്ടിക്കുന്നതിനും പുനഃസൃഷ്ടിക്കുന്നതിനും കേരളത്തിന്റെ അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒരേപോലെ വലിയ പങ്ക് വഹിക്കാനാകും. അതുകൊണ്ട് തന്നെ കേരളത്തെ ലോക കേരളമായി പുനർവിഭാവനം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. നവകേരള സൃഷ്ടിയിൽ എല്ലാ കേരളീയരും ഒത്തൊരുമയോടെ മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുമുണ്ട്. ലോക കേരള സഭ സമീപന രേഖയും മുഖ്യമന്ത്രി സമർപ്പിച്ചു. സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോർട്ടൽ, എയർപോർട്ട് ഹെൽപ്പ് ഡെസ്ക് ഷെർപ്പ പോർട്ടൽ, ലോക കേരളം ഓൺലൈൻ സേവനങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ലോക കേരള സഭയുടെ 2ാം ദിന സമ്മേളനം നിയമസഭാ മന്ദിരത്തിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് നടന്നത്. മേഖലാ യോഗങ്ങളുടെ റിപ്പോർട്ടിംഗ് അടക്കമുള്ള കാര്യപരിപാടികൾ നാളെ നടക്കും. 2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറ്റന്നാൾ രാവിലെ 11-ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. ശ്രീമതി സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണിത്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഇന്നലെ പാർലമെന്റിന്റെ മേശപ്പുറത്തുവച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്ത് നിലനിർത്താനായതായി പറയുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം 7.4%-ത്തിലെത്തുമെന്നും കണക്കാക്കുന്നു. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അടുത്ത മാസം 13 വരെയും 2ാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും നടക്കും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. കരട് വോട്ടർ പട്ടികയിലുള്ള അനർഹരുടെ പേര് നീക്കം ചെയ്യുന്നതിന് 17,348 അപേക്ഷകൾ നേരിട്ടും പേര് ഉൾപ്പെടുത്തുന്നതിന് പ്രവാസികളിൽ നിന്നടക്കം 11,47,832 അപേക്ഷകൾ ലഭിച്ചു. അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 21-ന് പ്രസിദ്ധീകരിക്കും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. ഒരു റിപ്പോർട്ട്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജ്ഘട്ടിലെത്തി ഗാന്ധിജിക്ക് ആദരം അർപ്പിച്ചു. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായുള്ള സ്വദേശി പ്രസ്ഥാനത്തിന് ഗാന്ധിജി എക്കാലവും പ്രാധാന്യം നൽകിയിരുന്നതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഗാന്ധിജിയുടെ വ്യക്തിത്വവും പ്രവർത്തനങ്ങളും ജനങ്ങളെ കർത്തവ്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ പ്രചോദിപ്പിക്കുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ സ്പീക്കർ AN ഷംസീർ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി രാജ്യമെമ്പാടും 2 മിനിറ്റ് നേരത്തെ മൌനാചരണവും ഇന്ന് നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി ഫെബ്രുവരി 16 മുതൽ 20 വരെ ന്യൂഡൽഹിയിൽ നടക്കും. 100-ലേറെ CEOമാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഇന്ത്യയിലെ നിർമ്മിത ബുദ്ധി ആവാസ വ്യവസ്ഥയുടെ വികാസം പ്രചോദനം പകരും വിധമാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷ നാളെ വരെ സമർപ്പിക്കാം. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in, prasarbharati.gov.in, PB വേക്കൻസീസ് എന്നിവ സന്ദർശിക്കുക. തിരുവനന്തപുരത്തെ തെരുവുനായ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി മേയർ വി രാജേഷ്. ആദ്യഘട്ടത്തിൽ 50 നായകളെ പിടികൂടി പൂവാറിലുള്ള സ്വകാര്യ ഷെൽട്ടറിലേക്ക് മാറ്റി. നായകളെ വന്ധ്യംകരിച്ചും വാക്സിൻ നൽകിയ ശേഷവുമാണ് ഷെൽട്ടറിലേക്ക് മാറ്റിയത്. ആവശ്യമുള്ള വാക്സിനുകൾ തുടർന്നും ലഭ്യമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രമുഖ ബിൽഡറും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയുമായ CJ റോയ് ജീവനൊടുക്കി. സ്വയം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ED റെയ്ഡിനിടെ ബാംഗ്ലൂരിലെ ഓഫീസിലാണ് സംഭവം. കുംഭമാസ പൂജകളുടെ ഭാഗമായി ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നലെ മുതൽ ആരംഭിച്ചു. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി സ്ലോട്ട് ബുക്ക് ചെയ്യാം. ഫെബ്രുവരി 12 തുറന്ന് 17 നട അടയ്ക്കുക. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി കണ്ണൂർ ജില്ലയിൽ വാട്ടർ വോളണ്ടിയർ ഗ്രൂപ്പ് സജീവമാകുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജലസംരക്ഷണത്തോടൊപ്പം ജലസാക്ഷരതാ പ്രവർത്തനങ്ങളും വാട്ടർ വോളണ്ടിയർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തും. കതിരൂർ, എരഞ്ഞോളി, മൊകേരി, ചൊക്ലി, നാറാത്ത് പഞ്ചായത്തുകളിലാണ് വോളണ്ടിയർ ഗ്രൂപ്പുകളുടെ രൂപീകരണം ആരംഭിച്ചത്. ജില്ലയിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഗ്രൂപ്പുകളുടെ രൂപീകരണം ഉടൻ പൂർത്തീകരിക്കും. ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ താൽപര്യമുള്ള വ്യക്തികൾ, സംഘടനകൾ എന്നിവർക്ക് ഇത്തരം ഗ്രൂപ്പുകൾ രൂപീകരിക്കാനും സാധിക്കും. വാട്ടർ വളണ്ടിയർ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിന് പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രാവിലെ ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N പ്രസീത ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ന്യൂസിലാൻഡ് T20 പരമ്പരയിലെ 5ാം മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. വൈകുന്നേരം 7 മണിക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ക്രിക്കറ്റ് മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാക്കി. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും പരിസരവും ഇന്നും നാളെയും റെഡ് സോണായി പ്രഖ്യാപിച്ച് ഡ്രോണുകൾ, ലേസർ ബീം ലൈറ്റുകൾ തുടങ്ങിയവ നിരോധിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് മത്സരവുമായി ബന്ധപ്പെട്ട് നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 12 മണി വരെ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വഡോദരയിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കുറഞ്ഞു. വ്യാഴാഴ്ച കുത്തനെ ഉയർന്ന സ്വർണ്ണവില ഇന്ന് രാവിലെ 5240 രൂപ കുറഞ്ഞ് 1,25,120 രൂപയിലെത്തിയിരുന്നു. ഉച്ചയോടെ ഇത് വീണ്ടും 1040 രൂപ കുറഞ്ഞ് 1,24,080 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന്റെ വില 15,510 രൂപയായി കുറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 296 പോയിന്റ് താഴ്ന്ന് 82,269 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 98 പോയിന്റ് ഇടിഞ്ഞ് 25,320 രൂപയിലും വ്യാപാരം അവസാനിപ്പിച്ചു. മുന്നാക്ക സമുദായങ്ങളിലെ പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമുന്നതി യാത്ര പദ്ധതിക്ക് തുടക്കമായി. ഈ യാത്രയുടെ ഫ്ളാഗ് ഓഫ് കോർപ്പറേഷൻ ചെയർമാൻ KG പ്രേംജിത്ത് നിർവഹിച്ചു. ഇലക്ട്രിക് ഓട്ടോ വാങ്ങുന്നതിനായി മൂലധന സബ്സിഡിയായി 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ലോൺ തുകയുടെ 40% തുക അനുവദിക്കുന്നതാണ് പദ്ധതി. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ സമാപന ദിവസമായ നാളെ കേരള പോലീസിന്റെ ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റും തിരുവനന്തപുരം ഈസ്റ്റ് റോട്ടറി ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കൂട്ടയോട്ടം സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന കൂട്ടയോട്ടം മാനവീയം വീഥിയിൽ സമാപിക്കും. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, NCC, NSS കേഡറ്റുകൾ ഉൾപ്പെടെ 300 പേർ കൂട്ടയോട്ടത്തിന്റെ ഭാഗമാകും. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന 2026 വർഷത്തെ MBA, MCA കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പൊതുവിഭാഗത്തിനും SCBC വിഭാഗത്തിനും 1000 രൂപയും പട്ടികജാതി പട്ടികവർഗ ഭിന്നശേഷി വിഭാഗത്തിന് 500 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഫെബ്രുവരി 15 വരെ ഓൺലൈൻ വഴി ഫീസ് അടയ്ക്കാം. അപേക്ഷകർ ഓൺലൈനായി www.lbscenter.kerala.gov.in രജിസ്റ്റർ ചെയ്യണം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തുക എന്നത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന കാര്യമാണെന്ന് ലോക കേരള സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റന്നാൾ പാർലമെന്റിൽ അവതരിപ്പിക്കും. SIR കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന വില 1,24,080 രൂപയായി. ഇന്ത്യ ന്യൂസിലാൻഡ് T20 പരമ്പരയിലെ 5ാം മത്സരം നാളെ തിരുവനന്തപുരത്ത്. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത ക്രമീകരണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.